ഹായ് എവ്രി വൺ, എല്ലാവർക്കും +1 ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ്, ബോട്ടണിയിലെ ചാപ്റ്റർ 1. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളത് ടെക്സ്റ്റ് നോക്കി വായിക്കണം. ഓക്കെ, സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബൈ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. പ്ലാന്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. പ്ലാന്റ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്തു, ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അനിമൽസിനെ 2ആയി ക്ലാസിഫൈ ചെയ്തു, ദോസ് വിത്ത് RBC ആൻഡ് ദോസ് വിത്തൗട്ട് RBC. ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. പക്ഷെ ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് ഇല്ലേ? സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്നു, ദാറ്റ് ഈസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ലിനേയസ്. ഓർഗാനിസംസിന് 2 കിങ്ഡംസ് ആയി ഡിവൈഡ് ചെയ്തു, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമാലിയ. ബട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. ഇവയൊന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഈ കിങ്ഡം ക്ലാസിഫിക്കേഷന് സാധിച്ചില്ല. അതേപോലെ മെനി ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഏതൊരു കാറ്റഗറി. ഈ 2 കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ഒരുപാട് ഓർഗാനിസംസും ഉണ്ടായിരുന്നു. സോ ദിസ് സിസ്റ്റം ഈസ് ഓൾസോ നോട്ട് കംപ്ലീറ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് RH വിറ്റേക്കർ ആണ്. ഇങ്ങനെ 5 കിങ്ഡംസ് ആയി ക്ലാസിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു? എന്തിന്റെ ബേസിലായിരുന്നു 5 കിങ്ഡംസ് ആയി ക്ലാസിഫൈ ചെയ്തത്? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് സെൽ സ്ട്രക്ചർ പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ എന്നത് ബേസ് ചെയ്തു. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ ഒരു ടിഷ്യൂ ലെവൽ ആണോ, ഇതൊക്കെ അനലൈസ് ചെയ്തു. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക് ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്തു. ആൻഡ് റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ഓർ അസെക്ഷുവൽ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഈ ഓർഗാനിസംസിന്റെ എവല്യൂഷണറി ഹിസ്റ്ററി കൂടി ബേസ് ചെയ്തു. ഇത്രയും ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് 5 കിങ്ഡംസ് പ്രപ്പോസ് ചെയ്തത്. സോ വിച്ച് ആർ ദ 5 കിങ്ഡംസ്? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ 5 കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽ ടൈപ്പ്, മൊണേറ ഈസ് പ്രോകാരിയോട്ടിക്, Protista, fungi, plant, animalia, all these are eukaryotic. Prokaryotic എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം ആണ്. യൂകാരിയോട്ടിക് മീൻസ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. സെൽ വാൾ ബേസ് ചെയ്ത് നോക്കിയാൽ മൊണീറ നോൺ സെല്ലുലോസിക് ആണ്. സെല്ലുലോസ് കൊണ്ടല്ല സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. ആൻഡ് ഇൻ കേസ് ഓഫ് പ്രോട്ടിസ്റ്റ, സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ സം ഓർഗാനിസംസ്. ചില ഓർഗാനിസംസിൽ മാത്രം സെൽ വാൾ കാണാം. ഫംഗൈന്റെ കേസിൽ പ്രസന്റ് വിത്ത് കൈറ്റിൻ, സെൽ വാൾ പ്രസന്റ് ആണ് പക്ഷെ കൈറ്റിൻ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, വിത്തൗട്ട് സെല്ലുലോസ്. ഓക്കെ, പ്ലാന്റിന്റെ കേസിൽ പ്രസന്റ്, സെൽ വാൾ ഈസ് പ്രസന്റ്, സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളത്. അനിമൽസിന്റെ കേസിൽ സെൽ വാൾ ഈസ് ആബ്സെന്റ്. ആൻഡ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ മെംബ്രെയിൻ, മൊണീറ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്, പ്രൊട്ടിസ്റ്റയിൽ പ്രസന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ കിങ്ഡംസിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ, മൊണീറ ഇൻക്ലൂഡ് സെല്ലുലാർ ഓർഗാനിസംസ്, ദാറ്റ് ഈസ് പ്രൊട്ടിസ്റ്റ ഓൾസോ സെല്ലുലാർ ലെവലാണ്. ഫംഗൈ ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ ഓർ ഓർഗാനിസംസ് ദാറ്റ് ആർ ഹാവിംഗ് ലൂസ് ടിഷ്യൂ. ആൻഡ് പ്ലാന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ ഓർ ഓർഗൻ ലെവലിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. അനിമാലിയ ഇൻക്ലൂഡ് ടിഷ്യൂ ലെവലിൽ വരുന്ന ഓർഗാനിസംസ് ഉണ്ട്, ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ലെവൽ. നെക്സ്റ്റ്, മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ആണ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആവാം, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആവാം. ഹെട്രോട്രോഫ്സിൽ സാപ്രോഫൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. പ്രൊട്ടിസ്റ്റൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫ്സ് ആണ്. ആൻഡ് ഓൾസോ ഹെട്രോട്രോഫ്സ്. ഫംഗയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്, സാപ്രോഫിറ്റിക് ഓർ പാരസൈറ്റിക്. പ്ലാന്റ്സ് ഇൻക്ലൂഡ് ഓട്ടോട്രോഫ്സ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. Animalia include heterotrophs, that is holozoic or saprophytic organisms. So ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. സോ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് കിങ്ഡം മൊണേറ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ബാക്ടീരിയാസ് ആണ്.
So based on shape, bacteria can be classified into 4 groups. ഏതൊക്കെയാണ്? Cocci, Bacilli, Spirilla and Vibrio. Spherical shaped bacteria ആണ് cocci, rod shaped bacteria are Bacilli, spiral shaped bacteria are Spirilla and comma shaped bacteria are Vibrio. So spherical shapeൽ കാണുന്നത് cocci, rod shapeൽ കാണുന്നത് Bacilli, spiral shapeൽ കാണുന്നത് Spirilla and comma shapeൽ കാണുന്നത് Vibrio. കിങ്ഡം മൊണേറയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ആർക്കി ബാക്ടീരിയ. 3 ടൈപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെഥനോജൻസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായ സാൾട്ടി ഏരിയാസിൽ കാണുന്ന ബാക്ടീരിയസ് ആണ് ഹാലോഫൈൽ. ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന ബാക്ടീരിയസ് ആണ് തെർമോ അസിഡോഫൈൽസ്. ആൻഡ് മാർഷി ഏരിയാസ് ഓർ ചതുപ്പ് നിലത്തിലൊക്കെ കാണുന്ന ബാക്ടീരിയാസ് ആണ് മെഥനോജൻസ്. Methanogens are also seen in gut of ruminant animals like cow, buffaloes. They are responsible for the production of methane or biogas from the dung. Methanogensനെ cow or buffaloesന്റെ ഗട്ടിൽ കൂടി കാണാം, ദാറ്റ് ഈസ് ഇൻഡസ്റ്റൈനിൽ കൂടി കാണാം. ഈ ബാക്ടീരിയാസ് അതിന്റെ ഡങ്ങിൽ പ്രസന്റ് ആണ്. സോ ഇതിന്റെ ഡങ് യൂസ് ചെയ്ത് ബയോഗ്യാസ് ഓർ മീഥെയിൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് ഈ ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ടാണ്. Archaebacteria is different from other bacteria because they have special cell wall that help them to survive in extreme condition. മറ്റു ബാക്ടീരിയസിൽ കാണാത്ത സ്പെഷ്യൽ സെൽ വാൾ ആർക്കിബാക്ടീരിയയിൽ കാണാം. അതുകൊണ്ടാണ് ഏത് എക്സ്ട്രീം കണ്ടീഷനിലും ഇവയ്ക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നത്. കിങ്ഡം മൊണീറയിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് യു ബാക്ടീരിയ ആൻഡ് ദേ ആർ കോൾഡ് ട്രൂ ബാക്ടീരിയ. ഈ ഓർഗാനിസംസിന് റിജിഡ് സെൽ വാൾ ഉണ്ട്. ഇഫ് മൊട്ടൈൽ ആണെങ്കിൽ ഫ്ലജെല്ലം ഈസ് ഓൾസോ പ്രസന്റ്. 3 ടൈപ്പായി ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ: ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ്. ഫസ്റ്റ് കാറ്റഗറി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. എക്സാമ്പിൾ സൈനോബാക്ടീരിയ. ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സൈനോബാക്ടീരിയ. ആൻഡ് ദേ ആർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് സൺലൈറ്റ്. സൺലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. സൈനോബാക്ടീരിയയിൽ ക്ലോറോഫിൽ എ കാണാം. സാധാരണ പ്ലാന്റ്സിൽ കാണുന്ന ക്ലോറോഫിൽ എ. കോളനീസ് ആർ സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്. ബാക്ടീരിയൽ കോളനീസിനെ സറൗണ്ട് ചെയ്ത് ജെലാറ്റിനസ് ഷീത്ത് കാണാം. ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽ കോൾഡ് ഹെട്രോസൈറ്റ്സ്. അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസൈറ്റ്സ്. An example for cyanobacteria include nostoc and anabina. This is the figure of nostoc. Nostoc filamentous blue-green algae ആണ്. Mucilaginous covering കാണാം. And also heterocyst is there. Specialized cell ആണ് heterocyst for fixing atmospheric nitrogen. Chemosynthetic autotrophs ആണ് next category. They prepare food using chemicals. Chemicals ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് chemosynthetic autotrophs. Oxidize inorganic substances to release energy for ATP production. Inorganic substances oxidize ചെയ്ത് എനർജി റിലീസ് ചെയ്ത് ATP പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് they recycle nutrients. ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്ങിനും സഹായിക്കും. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഹെട്രോട്രോഫ്സ്. മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് ഹെട്രോട്രോഫ്സ്. ആൻഡ് ദേ ആർ ഡീകമ്പോസേഴ്സ്. മിൽക്കിൽ നിന്നും കർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഫിക്സിംഗ് നൈട്രോജൻ ഇൻ ലെഗ്യൂംസ്. ലെഗ്യൂംസിൽ നൈട്രോജൻ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിൽ പാത്തജൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് സാങ്കർ ഇതൊക്കെ കോസ് ചെയ്യുന്നത് ഹെട്രോട്രോഫ്സിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. അസെക്ഷൽ മെത്തേഡ് ആൻഡ് സെക്ഷൽ മെത്തേഡ് ഈസ് ദെയർ. അസെക്ഷൽ മെത്തേഡ് ആണെങ്കിൽ ബൈ ബൈനറി ഫിഷൻ. ബാക്ടീരിയൽ ബോഡി ഡിവൈഡ് ചെയ്ത് 2 ഓർഗാനിസംസ് ആയി മാറും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ബൈ DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ ബാക്ടീരിയം. ഒരു ബാക്ടീരിയത്തിൽ നിന്നും മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആൻഡ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സ്പോർസ് ഫോം ചെയ്യും. നെക്സ്റ്റ് മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ ലൈക്ക് ഓർഗാനിസംസ് ആണ്. സ്മോളസ്റ്റ് ലിവിംഗ് സെൽ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. ദേ ഡു നോട്ട് ഹാവ് സെൽ വാൾ. സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. They are pathogenic, disease-causing organisms. Second kingdom, kingdom Protista. Protista 5 groups ആയി ക്ലാസിഫൈ ചെയ്യാം. Chrysophytes, dinoflagellates, euglenoids, slime molds and protozoans. First one, Chrysophytes. Example diatoms. Diatoms ആണ് ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ്. ഇനി ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ the cell wall has silica, it is indestructible. ഡയറ്റംസിന്റെ സെൽ വാളിൽ സിലിക്ക കാണാം. അത് സ്ട്രോങ് ആണ്, ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്.
Thus diatoms have left behind a large number of cell wall deposit in their habitat. അതുകൊണ്ട് ഡയറ്റംസ് അതിൻ്റെ ഹാബിറ്ററ്റിൽ ഒരുപാട് സെൽ വാൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. സെൽ വാൾ ഡിപ്പോസിറ്റിനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയാം. യൂസേഴ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. പോളിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽസ് ആൻഡ് സിറപ്സ് ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് റെഡ് ടൈഡ് ആണ്. ഗോണലെക്സ് ഈസ് എ റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ്. Their rapid multiplication give a red appearance to sea. This is called a red tide. ഗോണലെക്സ് റാപ്പിഡായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കടലിന് റെഡ് അപ്പിയറൻസ് കൊടുക്കും. അതിനാണ് റെഡ് ടൈഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് യൂഗ്ലീന. പെലിക്കിൾ ഈസ് പ്രസന്റ് ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ. പെലിക്കിൾ ഈസ് എ പ്രോട്ടീൻ ലെയർ ദാറ്റ് ഗിവ് ഫ്ലെക്സിബിലിറ്റി ടു ദം. സെൽ വാളിന് പകരം കാണുന്നത് പെലിക്കിൾ ആണ്. പെലിക്കിൾ ഒരു പ്രോട്ടീൻ ലെയർ ആണ് വിച്ച് ഈസ് ഗിവിംഗ് ഫ്ലെക്സിബിലിറ്റി ടു ദീസ് ഓർഗാനിസംസ്. ഓട്ടോട്രോഫ്സ് ആണ്. ബട്ട് സം ആർ ബിഹേവിംഗ് ആസ് ഹെറ്ററോട്രോഫ്സ്. അങ്ങനെ ഹെറ്ററോട്രോഫ്സ് ആണെങ്കിൽ ദേ ആർ പ്രിഡേറ്റിംഗ് ഓൺ അതർ ഓർഗാനിസംസ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് യൂഗ്ലീന. നെക്സ്റ്റ് ഈസ് സ്ലൈം മൗൾസ്. സാപ്രോഫിറ്റിക് ആണ് ആൻഡ് ദെയർ ബോഡി ഈസ് മൂവിങ് അലോങ് ഡീക്കേയിങ് ട്വിക്സ്. ഡീക്കേ ചെയ്യുന്ന ട്വിക്സിന്റെ കൂടെ ബോഡി മൂവ് ചെയ്യും. അങ്ങനെയാണ് ന്യൂട്രീഷൻസ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് പ്ലാസ്മോഡിയം ഫോം ചെയ്യും. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ പ്ലാസ്മോഡിയം ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ സ്പോർസ് കാണാം. അതിൻ്റെ ടിപ്പിലായി സ്പോർസ് കാണാം. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് പ്രോട്ടോസോയിൻസ്. 4 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാം. അമീബോയിഡ്, സീലിയേറ്റഡ്, ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സ്പോറോസോയിൻസ്. അമീബോയിഡ് എക്സാമ്പിൾ എൻറ്റമീബ. സീഡോപോഡിയ യൂസ് ചെയ്താണ് മൂവ് ചെയ്യാം. സീലിയേറ്റഡ് എക്സാമ്പിൾ പാരമീസിയം. സീലിയ യൂസ് ചെയ്താണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഫ്ലാജെല്ലേറ്റഡ് എക്സാമ്പിൾ ട്രൈപ്പനോസോമ. ഫ്ലാജെല്ല യൂസ് ചെയ്താണ് മൂവ്മെൻറ്റ്. ആൻഡ് ഈ ട്രൈപ്പനോസോമ ഈസ് കോസിങ് സ്ലീപ്പിംഗ് ഡിസീസ്. സ്ലീപ്പിംഗ് ഡിസീസിന് കാരണം ട്രൈപ്പനോസോമ ആണ്. സ്പോറോസോയിൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാസ്മോഡിയം. എക്സാമ്പിൾ പ്ലാസ്മോഡിയം. മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. തേർഡ് കിങ്ഡം ഫംഗൈ. ഫിലമെന്റസ് ആണ് എക്സെപ്റ്റ് ഈസ്റ്റ്. ഈസ്റ്റ് ഈസ് യൂണിസെല്ലുലാർ. ഫംഗൽ ബോഡീനെ പറയുന്ന പേരാണ് മൈസീലിയം. മൈസീലിയത്തിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹൈഫ. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് ന്യൂട്രീഷൻ? ഹെറ്ററോട്രോഫ്സ് ആണ്. And some organisms may be saprophytic or parasite. Some organisms are living as symbionts. Symbiotic association കാണിക്കുന്നുണ്ട്. ആൽഗിന്റെ കൂടെ ലൈക്കൻസ് ആയി കാണാം. പ്ലാന്റ്സിന്റെ റൂട്ടിൽ മൈക്കോറൈസ ആയി കാണാം. ആൻഡ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് ടൈപ്പ്, അസെക്ഷൽ ടൈപ്പ് ആൻഡ് സെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷൻസ് കാണാം. വെജിറ്റേറ്റീവ് ആണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ഓർ ബഡ്ഡിംഗ് മെത്തേഡ്സ് വഴി. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർ ഫോർമേഷൻ വഴി. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ബൈ ഫോമിംഗ് oospores, ascospores and basidiospores. Its sexual cycle involves plasmogamy, that is fusion of protoplasm. Protoplasm fuse ചെയ്യുന്നതാണ് plasmogamy. Karyogamy, fusion of nuclei. Nucleus fuse ചെയ്യുന്നതാണ് karyogamy. In some fungi, after the fusion of protoplasm, the karyogamy doesn't occur immediately. So the haploid nuclei seen separately. It is called a dikaryon. That is the condition of 2 nuclei in a cell. ചില ഫംഗസിൽ പ്ലാസ്മോഗമിക്ക് ശേഷം കാരിയോഗമി ഇമ്മീഡിയറ്റ് ആയി നടക്കുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് കാണാം. അതിനെയാണ് ഡൈകാരിയോൺ എന്ന് പറയാം. ഫംഗൈൻ്റെ ഡിഫറെൻറ്റ് ക്ലാസസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മോർഫോളജി ഓഫ് മൈസീലിയം, സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡീസ്, എക്സാമ്പിൾസ് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്ലാസ് ഫൈക്കോമൈസിഡ്സ്. അക്വാറ്റിക് ആണ് ഓർ ഓൺ ഡീക്കേയിങ് വുഡ് അല്ലെങ്കിൽ പാരസൈറ്റായി കാണാം. പ്ലാന്റ്സിന്റെ പാരസൈറ്റായി കാണാം. സീനോസെറ്റിക് മൈസീലിയം ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂസ്പോസ്, മൊട്ടൈൽ ഓർ എപ്ലാനോസ്പോസ് നോൺ മൊട്ടൈൽ, ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈഗോസ്പോസ്. These are produced in sporangium. Examples include Mycorrhizopus, bread mold ആണ്. Albigo, it is a parasite on mustard. Ascomycetes, multicellular or saprophytic or decomposers or parasitic or coprophilous. Mycelium branched and septate ആണ്. Reproduction asexual by conidia on conidiophores, sexual by ascospores on ascae. Fruiting body ഏതാണ്? ascocarps ആണ്. Example Penicillium, yeast, morels and truffles edible ആണ്. Aspergillus, claviceps, Neurospora genetic and biochemical worksനൊക്കെ യൂസ് ചെയ്യുന്നു. Basidiomycetes grow in soil or on tree stem and in living plants as parasite. Mycelium branched and septate ആണ്. Reproduction, asexual reproduction it's not found. Vegetative by fragmentation,
സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ബാസിഡിയോസ്പോർസ് ഫോം ചെയ്യും ഓൺ ബെസിഡിയം. ഫ്രൂട്ടിംഗ് ബോഡി ബെസിഡിയോ കാർപ്പാണ്. എക്സാമ്പിൾ ബ്രാക്കറ്റ് ഫംഗായി, പഫ് ബോൾസ്. എഗാരിക്കസ് അതൊരു മഷ്റൂം ആണ്. ഒസ്തിലാഗോ ആൻഡ് പാക്സീനിയ ആർ പാരസൈറ്റിക് ഫോംസ്. Deuteromycetes, decomposers, and some are saprophyte or parasite, branched and septate mycelia ആണ്. Asexual reproduction by conidia, vegetative by fragmentation. Example include Alternaria, Trichoderma, etc. ഈ 5 കിങ്ഡംസിലും ഉൾപ്പെടാത്ത ഓർഗാനിസംസ് ആണ് വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ഫസ്റ്റ് വൺ, വൈറസസ്. ദ നെയിം വാസ് ഗിവൺ ബൈ പാസ്റ്റർ, മീൻസ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. വൈറസസ് എന്നുള്ള പേര് പ്രപ്പോസ് ചെയ്തത് പാസ്റ്റർ ആണ്. Virus means venom or poisonous fluid. Its body is composed of protein coat and genetic material. വൈറസസിന്റെ ബോഡിയിൽ കാണുന്നത് ഔട്ടർമോസ്റ്റ് പ്രോട്ടീൻ കോട്ടും അകത്തൊരു ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA ആവാം. പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ് ആണ്. യൂണിറ്റ് ഓഫ് ക്യാപ്സിഡ് ക്യാപ്സോമിയോസ്. ഹ്യൂമൻ ബീങ്സിൽ മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ് ഇതൊക്കെ കോസ് ചെയ്യുന്നത് വൈറസ് ആണ്. പ്ലാന്റ്സിന്റെ കേസിൽ മൊസൈക് ഡിസീസ്, ലീഫ് റോളിംഗ്, കേളിംഗ്, എലോയിങ് ഇൻ പ്ലാന്റ്സ് ഇതൊക്കെ കോസ് ചെയ്യുന്നതും വൈറസ് ആണ്. വൈറോയിഡ്സ്, സ്മോളർ ദാൻ വൈറസ്, നോ പ്രോട്ടീൻ കോട്ട്, ഓൺലി RNA. വൈറസിനേക്കാളും ചെറുതാണ്, പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആണ്, ദേ ഹാവ് ഓൺലി RNA. ഇത് ഡിസ്കവർ ചെയ്തത് ഓട്ടി ഡീനർ. പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് കോസ് ചെയ്യുന്നത് വൈറോയിഡ്സ് ആണ്. പ്രയോൺസ്, സ്മോളർ ഇൻ സൈസ് ടു വൈറസ്. വൈറസിനെ കമ്പയർ ചെയ്യുമ്പം സ്മോളർ ഇൻ സൈസ് ആണ്. ഇതിൽ എബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് കാണാം. And it causes mad cow disease in cattle and Creutzfeldt-Jakob disease in human. Lichens, symbiotic association between algae and fungi. Algae and fungi തമ്മിലുള്ള symbiotic associationന്റെ പേരാണ് ലൈക്കൻ. അതിലുള്ള ആൽഗൽ കമ്പോണന്റിനെ പറയുന്ന ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണന്റിനെ പറയുന്നത് മൈക്കോബയോണ്ട് എന്നും. ആൻഡ് ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗൈ. ഇതുകൊണ്ടുള്ള യൂസ് എന്താണ്? ആൽഗെ ഫംഗൈക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫംഗൈ ഗിവ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫോർ ആൽഗെ. ഫംഗൈ ചെയ്യുന്ന സഹായം എന്താണ്? ഫംഗൈ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, വാട്ടർ ആൻഡ് മിനറൽസും പ്രൊവൈഡ് ചെയ്യും. ലൈക്കൻസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. ലൈക്കൻസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, കാരണം ഇവ പൊല്യൂട്ടഡ് ഏരിയാസിൽ വളരില്ല.